മലയാളത്തിലെ ആദ്യ 200 കോടി ചിത്രം ഇനി ടെലിവിഷനിലേക്ക്. പ്രേക്ഷക നിരൂപ പ്രശംസ ഒരുപോലെ പിടിച്ചുപറ്റിയ മലയാള ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. ബോക്സ് ഓഫീസിലും വലിയ നേട്ടം കൊയ്ത ചിത്രം മലയാളത്തിലെ ആദ്യ 200 കോടി കളക്ഷൻ നേടുന്ന ചിത്രം എന്ന റെക്കോർഡും കുറിച്ചിരുന്നു. അതിജീവനത്തിന്റെ കഥ പറഞ്ഞ മഞ്ഞുമൽ ബോയ്സ് മറ്റു സംസ്ഥാനങ്ങളിലും ഏറെ ശ്രദ്ധ നേടി. 2024 ഫെബ്രുവരിയിലായിരുന്നു മഞ്ഞുമൽ ബോയ്സ് റിലീസ് ചെയ്തത്. ആദ്യ ഷോ മുതൽ മികച്ച പ്രതികരണവും മൗത്ത് പബ്ലിസിറ്റിയും നേടിയ ചിത്രം ഇതര ഭാഷകളിലും ഡബ് ചെയ്ത് റിലീസ് ചെയ്തിരുന്നു. വൻ വരവേൽപ്പായിരുന്നു ഇവിടങ്ങളിൽ ചിത്രത്തിന് ലഭിച്ചത്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും. തിയേറ്റർ റൺ അവസാനിപ്പിച്ച് OTT-യിലെത്തിയ മഞ്ഞുമൽ ബോയ്സിന്റെ ടെലിവിഷൻ പ്രീമിയർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏഷ്യാനെറ്റിലാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ടെലിവിഷൻ പ്രീമിയർ. ഇതോടനുബന്ധിച്ച് ടീസറും അണിയറക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ എന്നാണ് പ്രീമിയർ എന്ന കാര്യം അറിയിച്ചിട്ടില്ല. ഓണം റിലീസായിട്ടാകും ചിത്രം ടെലിവിഷനിൽ എത്തുക എന്ന് റിപ്പോർട്ടുണ്ട്. അതേസമയം അടുത്തിടെ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ VFX വീഡിയോയ്ക്ക് വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു. മെയ് 5-നായിരുന്നു മഞ്ഞുമൽ ബോയ്സിന്റെ OTT റിലീസ്. തിയേറ്ററിൽ 73 ദിവസം പൂർത്തിയാക്കിയതിന് പിന്നാലെയായിരുന്നു ഇത്. ചിദംബരം സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ ആകെ ബോക്സ് ഓഫീസ് കളക്ഷൻ 242.3 കോടിയാണെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പോസ്റ്റ് ചെയ്തത്. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ഭാസി, ബാലു വർഗീസ്, ഗണപതി S പൊതുവാൾ, ലാൽ ജൂനിയർ, ദീപക് പറമ്പോൾ, അഭിരാം രാധാകൃഷ്ണൻ, അരുൺ കുര്യൻ, ഖാലിദ് റഹ്മാൻ, ചന്തു സലീം കുമാർ, വിഷ്ണു രഘു എന്നിവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്.